കാര്യം പറയട്ടെ. സോ ഇന്നൊരു ഇന്റേൺ എന്നുള്ള രീതിയിൽ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ. അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത്യാവശ്യം ട്രാവലിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞാണ് ഞാൻ ഓഫീസിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ടയേർഡും ആയിരിക്കും. തലേ ദിവസം എന്തെങ്കിലും വർക്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വെരിഫൈ ചെയ്ത് സെറ്റ് ആക്കി വെക്കണം. സോ അത് തന്നെയായിരിക്കും മിക്ക ദിവസവും വന്നാലുടൻ എല്ലാവരും ചെയ്യുന്നത്. ഞാനും എന്നത്തെയും പോലെ തലേദിവസം കുറച്ച് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ടോന്നും ചെയ്തതൊക്കെ ഓക്കെ ആണോന്നും ഒക്കെ വെരിഫൈ ചെയ്യലാണ് ആദ്യം ചെയ്യുന്ന പരിപാടി. അപ്പോൾ നമ്മളിവിടെ കോഴ്സ് പ്ലസ് ഇന്റേൺഷിപ്പ് ആട്ടോ ചെയ്യുന്നത്. അത് ഞാൻ ഡേറ്റാ സയൻസിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോഡിംഗ് ആയാലും അനലറ്റിക്സ് ആയാലും മാത്സ് പരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ ഉണ്ട് താനും. ഇവിടെ ഇപ്പം പൈത്തൺ, എംബഡ്, ജാവ, ഡേറ്റ അനലറ്റിക്സ്, .NET അങ്ങനെ ഒരുപാട് ഇന്റേൺഷിപ്പ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പം ഓരോ ക്ലാസ്സും സെക്ഷനും ഒക്കെ കഴിയും തോറും ഓരോ അസസ്മെന്റ് ടെസ്റ്റുകളും അസൈൻമെന്റ്സും പ്രോജക്റ്റ് വർക്കും എല്ലാം 1 by 1 ആയിട്ട് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യണം. ഇപ്പൊ നമുക്ക് ഒന്നുകിൽ ക്ലാസ്സിലിരുന്ന് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വിശാലമായ ലാബ് ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്നാലും നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സും വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഓരോ ടൈം അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയാലും അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റ് ആയാലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി 2 hours ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വർക്ക്സുകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഡെയിലി ഒരുപാട് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബൈ.